ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള എൻ്റെ റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. വൈകുന്നേരത്തെ ചായക്കുടിയൊക്കെ കഴിഞ്ഞിപ്പോൾ ഒരു 4:30 മണി സമയമായിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇതിപ്പോൾ പിറ്റേന്ന് രാവിലേക്ക് ഉഴുന്നുദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇത് ഞാനൊരു 1 മണിക്കൂർ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് 2 കപ്പ് പച്ചരിയും 3/4 കപ്പ് ഉഴുന്നും 2 ടീസ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു 3 തവണയെങ്കിലും കഴുകുക. അപ്പോൾ ഇത് മോളാണ് ഇതിൻ്റെ ഇടയിൽ കൈയിടുന്നത്. ഇവർക്ക് ഇങ്ങനെ അരി കഴുകുന്നതോ അല്ലെങ്കിൽ പച്ചക്കറി കട്ട് ചെയ്യുന്നതോ ഒക്കെ കണ്ടാൽ അവരും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മളതിന് പ്രോത്സാഹനം കൊടുക്കുക കേട്ടോ വേണ്ടത്. അവരെ അതിൽ തൊടരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ല വേണ്ടത്. അരി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെയാണ് അരി അരച്ചെടുക്കുന്നത്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അരി ഉഴുന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുതിരാൻ വെക്കും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഒന്നിച്ച് തന്നെയാണ് ഇട്ട് വെക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അധികം മഴയൊന്നുമില്ല, നല്ല വെയിലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ മാരിബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ രാത്രിയൊക്കെയുള്ള ഫുഡ് റെഡിയാക്കി എടുക്കും. അപ്പോൾ ഇത് എനിക്ക് ഉമ്മാക്കുള്ളതാണ്. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ചോറ് തന്നെയാണ് രാത്രി കഴിക്കാറുള്ളത്. ഇത് അംഗൻവാടിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന നുറുക്ക് ഗോതമ്പാണ്. അപ്പോൾ 6 മാസം വരെ കുട്ടിക്ക് 6 മാസം വരെ നമുക്ക് നുറുക്ക് ഗോതമ്പ് കിട്ടും. പിന്നെ അമൃതപ്പൊടി അതാണല്ലോ കിട്ടുക. ഇത് വെച്ചിട്ട് ഞാൻ ഉപ്പുമാവല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, വേറൊരു രീതിയിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി, അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഷെയർ ആക്കുന്നത്. ഇങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ചപ്പാത്തി രാത്രി അങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറി മാറി ഉണ്ടാക്കും. 3/4 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഉലുവയാണ് ചേർക്കുന്നത്. പിന്നെ അരമുറി തേങ്ങ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1.5 ഗ്ലാസ് വെള്ളമാണ്. ഇതിപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ എല്ലാം കുക്കറിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പാത്രത്തിലാക്കിയിട്ടുള്ളത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നും രാത്രിയിൽ കഴിക്കാൻ ഒരേ ഫുഡ് തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നുമല്ലോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറി മാറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. വേണമെന്നില്ല, ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് മൂടി വെച്ചിട്ട് 2 വിസിൽ വരിക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റോളം അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ അരിയെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അരിയും അരച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ പണികളെല്ലാം ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഒതുക്കി വെച്ചാൽ കുറേ നമുക്ക് നിസ്കാരം ഓത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് ടൈം കിട്ടും. നമ്മൾ കഴിക്കുന്ന സമയത്ത് തന്നെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾക്കൊന്നും ഒട്ടും സമയം കിട്ടാതെ വരുന്നത്. ഇനിയിപ്പോൾ പകലായാലും രാത്രി ആയാലും ഒക്കെ ഫുഡ് ഉണ്ടാക്കുന്ന പണി വേഗത്തിൽ കഴിച്ചാൽ നമുക്ക് ഒരുപാട് ടൈം ഫ്രീ കിട്ടുന്ന പോലെ തോന്നും. അതുപോലെ വൈകുന്നേരം ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ പാത്രങ്ങളും അപ്പം തന്നെ ക്ലീനാക്കി വെക്കുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് രാത്രിയിൽ അധികം പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവില്ല. നമ്മൾ കഴിക്കുന്ന പാത്രമല്ലേ ഉണ്ടാവുള്ളൂ. മഗ്‌രിബിൻ്റെ സമയമായിട്ടുണ്ട്. ഞാൻ മേല് കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വുളു എടുത്തു. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും നമുക്ക് 5 വക്തും ശരീരം വൃത്തിയാക്കിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് കേട്ടോ. എങ്ങനെ ആയാലും നജസ് അല്ലെങ്കിൽ അവർ ഛർദ്ദിച്ചതോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നീറ്റാക്കിയിട്ട് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നിസ്കരിക്കുന്ന സ്ഥലവും ഒക്കെ ശ്രദ്ധിക്കട്ടെ. ചെറിയ കുട്ടികളുണ്ടാവുമ്പോൾ പിന്നെ മുട്ടുകുത്താനോ നടക്കാനൊക്കെ ആവാറായിട്ടുള്ള കുട്ടികളുണ്ടാവുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ
അപ്പോൾ നിസ്കരിക്കാനായിട്ട് പ്രത്യേക ഒരു സ്ഥലം, ഒരു ഏരിയ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. നിസ്കാരം കഴിഞ്ഞ് ദിക്റും ദുആയും കഴിഞ്ഞ ഉടനെ ഞാൻ ഫുഡ് കഴിക്കും. ഇപ്പോൾ രാത്രിയിലിപ്പോൾ അങ്ങനെയാണ്, മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഓതാനും അങ്ങനെയാണ് കേട്ടോ ആദ്യം നിൽക്കാറുള്ളത്. ഇപ്പോൾ ഫുഡൊന്ന് കഴിക്കും, അതൊരു 5 മിനിറ്റ് മതിയല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കും. ഇപ്പോൾ ഫുഡ് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നായിട്ട് നേരത്തെ കഴിക്കുന്നതല്ലേ നല്ലത്. മക്കളും ചിലപ്പോൾ എൻ്റെ കൂടെ തന്നെ കഴിക്കും. പിന്നെ ഉപ്പ ഇശാ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കിയുള്ളവരെല്ലാം ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് മടക്കി വെക്കാനുണ്ടായിരുന്നു, കുട്ടികളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവർ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാനുള്ളതോ പാഠഭാഗം വായിച്ച് വോയിസ് വിടാനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എല്ലാതും ആ കൊറോണൻ്റെ സമയം കഴിഞ്ഞപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളാണല്ലോ, സ്കൂളിൽ എല്ലാവർക്കും ഗ്രൂപ്പുകളാണ്. അങ്ങനെ ആകുമ്പോൾ ക്ലാസ്സിൽ എന്നാന്ന് എടുക്കുന്നതൊക്കെ നമുക്കറിയാൻ പറ്റും. എല്ലാത്തിനും ഉണ്ടാവുമല്ലോ 2 വശങ്ങൾ. സ്കൂളിലെയും മദ്രസയിലും ഒക്കെ ഒന്ന് നോക്കും. 3 അപ്പോൾ കുറച്ച് ടൈം അതിനൊന്ന് മാറ്റി വെക്കും. അതിനിടയിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഖുർആനോത്ത് ഉണ്ടാവുന്നത്. ഇപ്പോൾ ആദ്യമൊക്കെ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ആ ഒരു ടൈമായിരുന്നു. ആ ഒരു ടൈമാട്ടോ ഏറ്റവും നല്ല സമയം. മഗ്‌രിബിൻ്റെ സമയം ഖുർആൻ ഓതാൻ പറ്റുന്നവരെന്തായാലും ആ ഒരു സമയം തന്നെ തിരഞ്ഞെടുക്കണം. പിന്നെ എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, എൻ്റെ പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് സമയം കിട്ടുന്നത്, അപ്പോൾ നിങ്ങളെ പോലെ ആയിരിക്കില്ല എനിക്ക് കിട്ടുന്നത്. പിന്നെ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും ഒക്കെ നമ്മുടെ ഇലാഹാണല്ലോ. അപ്പോൾ നമ്മുടെ അവസ്ഥക്കനുസരിച്ച്, പക്ഷേ അത് നാളത്തേക്ക് മാറ്റി വെക്കരുത്. കല്യാണം കഴിഞ്ഞവരായാലും അല്ലാത്തവരായാലും കുഞ്ഞുങ്ങളുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ആയാലും നമ്മുടെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ അതിന് യാതൊരു കോംപ്രമൈസും കൊടുക്കരുത്. നമുക്ക് എപ്പോഴാണോ ഇപ്പോൾ കുഞ്ഞുറങ്ങുന്ന സമയത്ത് നമുക്ക് ഉറങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ നിത്യേന ഓതേണ്ട സൂറത്തുകളെല്ലാം ഓതി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കിടന്നുറങ്ങുക. പിന്നെ തുണികൾ മടക്കി വെക്കുന്നത് ഞാൻ അന്ന് തന്നെ ചെയ്യാറുണ്ട്. അതിനെനിക്കൊരു മടി തോന്നാറില്ല. പെട്ടെന്ന് തന്നെ അത് അലമാരയിലേക്ക് വെക്കാനാണ് എനിക്ക്. റൂമിലിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെയാണ്. പിന്നെ വേറൊന്നുമല്ല, ഞങ്ങൾ 5 പേര് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ഒരു ദിവസം അലക്കുന്നത് തന്നെ റൂമിൽ വെച്ചാൽ അത് പിറ്റേന്നേക്ക് പിന്നെ റൂമിൽ സ്ഥലമില്ലാതാവും. അതുകൊണ്ടാണ് കേട്ടോ. തുണികൾ ഞാൻ പിന്നെ റൂമിൽ നിന്ന് തന്നെയാണ് മടക്കി വെക്കാറുള്ളത്. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് അത് ഒരാഴ്ചയോളം അങ്ങനെ നീണ്ടു നിൽക്കുക എന്നല്ലാതെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു പണി തീരുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ജോലി പിന്നത്തേക്ക് മാറ്റി വെക്കാതെ അപ്പോൾ തന്നെ ചെയ്യാൻ നോക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം വേറൊരു കുഞ്ഞും വന്ന് ചെയ്തു തരില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ചിലർക്കിപ്പോൾ പാത്രം കഴുകാനായിരിക്കും മടിയുണ്ടാവുക, അല്ലെങ്കിൽ തുണികൾ മടക്കി വെക്കുന്ന കാര്യത്തിലായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം പിന്നത്തേക്ക് മാറ്റി വെക്കാതെ നമ്മൾ സ്വയം നമ്മളെ തന്നെ ഒന്ന് പുഷ് ചെയ്യുക. ഇത്രയും നല്ലതായിട്ട് ഒരു ദിവസം ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ഭാഗ്യം നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളൂ. ഇനിയും ഉണ്ട് ഒരുപാട് മടക്കി വെക്കാൻ. പിന്നെ രാത്രിയിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ പണികൾ ചെയ്യുന്ന ഇടയിലാണ് കുട്ടികളുടെ പഠന കാര്യങ്ങളും നോക്കുന്നത്. ഇപ്പോൾ കുഞ്ഞിവിടെ കളിച്ച് കിടക്കുന്നുണ്ട്. അല്ലാത്ത സമയത്ത് ഞാൻ നിസ്കരിക്കാൻ പോകുമ്പോൾ മക്കളെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ പകലാവും സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ അവരെന്നെ നോക്കും കേട്ടോ. അല്ലെങ്കിൽ പകൽ ഉമ്മ നോക്കും. അങ്ങനെയൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് വീട്ടിൽ മറ്റുള്ളവരുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ ഒട്ടുമിക്ക സമയത്തും ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ഇവന് അധികം കരച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ, അൽഹംദുലില്ലാ. അല്ലാതെ ഞാൻ ഫുഡ് കഴിക്കുക കുളിക്കുക അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പണികൾ ചെയ്യുകയാണെങ്കിൽ ഒന്നും തീരെ കിടക്കുകയില്ല. പിന്നെ എല്ലാ വക്തും ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. ഇഷാ ഒക്കെ ഉടനെ തന്നെ നിസ്കരിച്ച് പിന്നെ നമ്മൾ അധികം സമയം ചിലവഴിക്കാതെ പെട്ടെന്ന് കിടന്നുറങ്ങാൻ നോക്കുക. ഇവിടെ പിന്നെ ആരും രാത്രിയിൽ അങ്ങനെ അധികം സംസാരിച്ചിരിക്കുക ഒന്നും ചെയ്യൂല കേട്ടോ. രാത്രിയിൽ മഗ്‌രിബ് കഴിഞ്ഞാൽ നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ഫുഡ് കഴിക്കുക, ഇഷാ നിസ്കരിക്കുക, പിന്നെ ഉടനെ തന്നെ ഉറങ്ങണം. ഇവിടെ ഉപ്പാക്കായാലും നേരത്തെ എല്ലാവരും ഉറങ്ങണം. പിന്നെ ഞാൻ ചെറിയൊരു രീതിയിൽ നൈറ്റ് സ്കിൻ കെയർ ചെയ്യാറുണ്ട്. ആദ്യം ഞാൻ മുഖം ഒന്ന് നന്നായിട്ട് കഴുകി വരും. ഞാൻ കടലപ്പൊടിയാണല്ലോ യൂസ് ആക്കാറുള്ളത്. ഇപ്പോൾ ഞാൻ ഈ ഒരു തണുപ്പായതുകൊണ്ട് ഓട്സ് പൊടിച്ചതും കടലപ്പൊടിയും രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ മുഖം കഴുകാനെടുക്കുന്നത്.
ആദ്യം സെറം ഒന്ന് അപ്ലൈ ചെയ്യും. വൈറ്റമിൻ സി സെറാണ് ഇത്. ഒന്ന് അബ്സോർബ് ആയിട്ട് ഞാൻ പിന്നെയാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് 3 ഡ്രോപ്പ് മാത്രം എടുക്കും. ഇതിപ്പോൾ കയ്യിലേക്കല്ല കേട്ടോ, മുഖത്തേക്കാണ് ആക്കാറുള്ളത്. പിന്നെ ഞാൻ സെറ്റാഫലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ആക്കാറുള്ളത്. ഇത് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അധികം ഓയിലി ആയിട്ടൊന്നും നിൽക്കില്ല. ഇത് ഡ്രൈ ടു നോർമൽ സ്കിന്ന്, അതുപോലെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിനൊക്കെ യൂസ് ആക്കാൻ പറ്റും. പിന്നെ ഫേസിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ അത് നെക്കിലും കൂടെ യൂസ് ആക്കുക. ഇതിനൊന്നും അധികം സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു 5 മിനിറ്റ് തന്നെ ധാരാളം. പിന്നെ ഞാൻ സ്ഥിരം യൂസ് ആക്കുന്ന ലിപ് ബാം എടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയെന്ന് വിചാരിച്ച് നമ്മുടെ സെൽഫ് കെയർ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഇതിനങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. ഇപ്പോൾ തണുപ്പായിട്ട് കൈയും കാലൊക്കെ നല്ല പോലെ ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ അലോവേറിൻ്റെ ഈ ഒരു ജെല്ലാണ് മോയ്സ്ചറൈസിങ്ങിന് യൂസ് ആക്കുന്നത്. അപ്പോൾ അലോവേറിൻ്റെ ജെല്ലൊക്കെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ഉള്ളത്. ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് വുളു എടുക്കണം. അപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വുളു എടുക്കുക കേട്ടോ. കിടക്കുന്ന മുന്നേ ഈ ഒരു സുന്നത്തുകളൊക്കെ പാലിച്ചിട്ട് കിടക്കുക. ബെഡ് നമ്മളൊന്ന് കൊട്ടിയിട്ട് ഒന്ന് തട്ടിക്കൊട്ടിയിട്ടൊന്ന് വിരിച്ച് കിടക്കുക. പിന്നെ ഞാൻ മോനെ ഉറക്കി പിന്നെയാണ് ഖുർആൻ ഓതുന്നത്. സൂറത്തുൽ മുൽക്ക്, വാക്കിയ, റഹ്മാൻ, യാസീൻ സൂറത്ത് ഇത് ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് പതിവായിട്ട് നമ്മൾ ഓതേണ്ടതാണ്. കുഞ്ഞുറങ്ങാനൊക്കെ ലേറ്റ് ആകുമ്പോൾ പിന്നെ ഞാനിതുപോലെ ഖുർആൻ ഫോണിൽ പ്ലേ ചെയ്യും. അതിൻ്റെ കൂടെ ഓതാറാണ്. എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുണരുന്നതും ഒക്കെ ആയിട്ട് അലാറത്തിൻ്റെ ആവശ്യം വരാറില്ല. എന്തായാലും ആ ഒരു സുബീൻ്റെ സമയത്ത് 4:30-4 മണി സമയത്ത് എണീക്കാറുണ്ട്. പിന്നെ അലാറം വെച്ച് കിടക്കുന്നവർ എന്തായാലും അത് ഉറങ്ങുന്നതിന് മുന്നേ സെറ്റാക്കി വെക്കുക. വീഡിയോ ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നൈറ്റ് റൊട്ടീൻ വരെയാണ് കാണിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.